ഇപ്പോൾ ലഭിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഡിവൈഎഫ്ഐ എസ്എഫ്ഐ പ്രതിഷേധം. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാണിച്ചത്. വൻ സുരക്ഷയിൽ പോലീസ് ഗവർണറെ സ്റ്റേഷനകത്തേക്ക് കയറ്റി. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട്. നിഖിൽ, എന്തൊക്കെ കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഈ പ്രതിഷേധം? ഗവർണർ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനകത്ത് തുടരുകയാണ്. പ്രവിധ വലിയ പ്രതിഷേധമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ്എഫ്ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുണ്ടായത്. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ഇവിടേക്ക് കടന്നു വന്നതിന് പിന്നാലെ തന്നെ പല മേഖലകളിൽ തമ്പടിച്ചിരുന്ന എസ്എഫ്ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിന് നേരെ പാഞ്ഞെടുക്കുകയും പോലീസിന് പലപ്പോഴും അവരെ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു. ഇപ്പോഴും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ട്രെയിനിനകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല. അല്പസമയത്തിനകം അദ്ദേഹം പ്രവേശിക്കും. അമൃത എക്സ്പ്രസ്സിലാണ് അദ്ദേഹം മടങ്ങിപ്പോകുന്നത്. ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കോയമ്പത്തൂരിൽ നിന്ന് റോഡ് മാർഗമായിരുന്നു ഗവർണർ പാലക്കാട്ടേക്ക് എത്തിച്ചേർന്നിരുന്നത്. അതിനിടെ IMA ജംഗ്ഷനിൽ വെച്ച് ആദ്യം SFI പ്രവർത്തകർ ഗവർണർക്ക് നേരെ കരിങ്കൊടി കാണിക്കുകയും അദ്ദേഹത്തെ ഈ പ്രവർത്തകരെ അവിടുന്ന് പോലീസ് പിടിച്ചു മാറ്റുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ കൃത്യമായി പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാൻ പോലീസിന് കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷന് പരിസരത്തേക്ക് എത്തിയതോടുകൂടി കൂടുതൽ പ്രവർത്തകർ പല മേഖലകളിൽ നിന്ന് ഈ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിന് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിനെ പ്രതിരോധിക്കാൻ വളരെയധികം പ്രയാസപ്പെടേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് തുടങ്ങിയ ഗവർണർ SFI പോര് അത് അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം എന്നാണ് നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ കാണാൻ കഴിഞ്ഞത്. അദ്ദേഹം അല്പസമയത്തിനകം ഈ ട്രെയിനകത്തേക്ക് പ്രവേശിക്കും. അതിനുവേണ്ടി വലിയ രീതിയിലുള്ള സുരക്ഷാ മുൻകരുതൽ തന്നെ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ഒരുപക്ഷെ അദ്ദേഹം എത്തുമ്പോൾ പലയിടങ്ങളിൽ നിന്ന് പ്രവർത്തകർ ഈ അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി കാണിക്കാൻ, അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ഉയർത്താൻ എത്തിച്ചേരുമെന്ന് പോലീസ് കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ മുൻകരുതൽ ഇതിനോടകം തന്നെ ഇവിടെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് പാലക്കാട് അദ്ദേഹം എത്തിയതിനു പിന്നാലെ തന്നെ വൈകിട്ട് 4:30 ആദ്യം IMA ജംഗ്ഷനിൽ വെച്ചാണ് ആദ്യം പ്രതിഷേധമുണ്ടായത്. കേവലം 5 പ്രവർത്തകർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിന് മുൻപുള്ള ആളുകളെല്ലാം തന്നെ കൃത്യമായി പ്രതിരോധിക്കാൻ പോലീസിന് സാധിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് എത്തിയപ്പോൾ, പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കാര്യങ്ങൾ മറ്റൊന്നായിരുന്നു. അദ്ദേഹത്തിന്റെ കോച്ച് അവിടെയാണ്, AC കോച്ചിലാണ് അദ്ദേഹം യാത്ര ചെയ്യുക. അവിടെയൊക്കെ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ട്രെയിനകത്ത് തന്നെ പോലീസ് കയറി മറ്റാരും SFI പ്രവർത്തകരാരും തന്നെ ഇല്ല എന്ന് ഇതിനോടകം തന്നെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധമാണ്. വലിയ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് സർവകലാശാലയിലൊക്കെ നമ്മൾ കണ്ടതിനും അപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധമായിരുന്നു പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന്. SFI DYFI പ്രവർത്തകർ ഈ റെയിൽവേ സ്റ്റേഷന്റെ പല കോണുകളിൽ നിലയുറപ്പിച്ചു. അവരെ പ്രതിരോധിക്കാൻ പലപ്പോഴും പോലീസിന് കഴിയാത്തൊരു സാഹചര്യം തന്നെ ഉണ്ടായി. ഈ കോച്ചിലാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ പരിസരത്തൊക്കെ തന്നെ പോലീസ് തമ്പടിച്ചിട്ടുണ്ട്. ഇതിലുള്ള മറ്റ് യാത്രക്കാർ ആരൊക്കെയാണെന്ന് കൃത്യമായി നിരീക്ഷിക്കുന്നു. ഇവിടേക്ക് SFI പ്രവർത്തകർ എത്തിച്ചേരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ ഇതിനോടകം തന്നെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇന്നൊരു സ്വകാര്യ ചടങ്ങിൽ, സിൻമയ മിഷൻ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ പാലക്കാട്ടേക്ക് എത്തിച്ചേർന്നിരുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് റോഡ് മാർഗമാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. അദ്ദേഹം ഇവിടേക്ക് എത്തുന്ന മുറയ്ക്ക് തന്നെ IMA ജംഗ്ഷനിൽ വെച്ച് തന്നെ ആദ്യഘട്ട പ്രതിഷേധങ്ങളുണ്ടായി. അതിന് പിന്നാലെ ഈ പരിപാടിക്ക് പോകുന്നിടത്തും നിഖിൽ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ DYFI SFI പ്രതിഷേധം. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാണിച്ചത്. വൻ സുരക്ഷയിൽ പോലീസ് ഗവർണറെ സ്റ്റേഷനകത്തേക്ക് കയറ്റിയിട്ടുണ്ട്.